ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൊറോട്ടൻ്റെ വീഡിയോ ആണ്. അപ്പം മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അത് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നമ്മൾ 2-3 ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇനി കാണാത്ത പുതിയ കൂട്ടുകാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. ഇപ്പം നമ്മളെ മാവിൻ്റെ ഒരു പരുവപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ ഒരു അളവിൽ മതി മാവ് കുഴക്കൽ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുഴക്കുക. പാല്, ബ്രെഡ്, ബട്ടർ, മുട്ട ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെറും സാധാ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചാൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കരുത്. ഏറി വന്നാൽ ഇനിയിപ്പോൾ അരമണിക്കൂറാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൽ കൂടുതൽ വെച്ചാൽ പിന്നെ മാവ് നമുക്ക് ലൂസായി പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ചിട്ട് പിന്നെ കുളിച്ചാനൊക്കെ പോയി വന്നിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ മാവ് എടുക്കുന്നത്. അപ്പം നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പം മാവ് മൂടി വെക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് എണ്ണം കൂടി പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ പാത്രത്തിൽ ഒട്ടാതിരിക്കാനും നമ്മളെ മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പൊറോട്ടയ്ക്ക് വേണ്ട മാവ് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നമ്മൾ അറിയാത്തവർക്കൊക്കെ ആകുമ്പോഴും അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ പെരയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ കല്ലിലൊക്കെ വെച്ചുണ്ടാക്കുമ്പോഴേ, വലിയ മേശമ്മയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ വെച്ചിട്ട് വീശിയെടുക്കുക. അപ്പോൾ ഇത് ഓരോന്നാകുമ്പോൾ നമുക്ക് നമ്മളെ പത്തിരിക്കല്ലിലോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ആ ബോൾസിലും 1 എണ്ണ പുരട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വലുതായിട്ടൊന്ന് പരത്തി അടിയിൽ നമ്മൾ ഇടത്തേക്കായും മേലെ വലത്തേക്കായും വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ വീശിയെടുക്കുക. ഇപ്പോൾ കീറിയെന്ന് വെച്ചിട്ട് പേടിച്ചാനൊന്നുമില്ല കേട്ടോ. കീറിയാലും പൊറോട്ടയൊക്കെ നന്നാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിയിട്ട് വെക്കുക. അപ്പോൾ അടുത്തതും ഞാനിങ്ങനെ പരത്തിയിട്ടുണ്ട്. മുഴുവനായിട്ട് പരത്തി കണ്ടിട്ട് നിങ്ങളെ ബോറടിപ്പിച്ചണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് പരട്ടി കൊടുക്കുക. അപ്പോൾ മനസ്സിലായില്ലേ, അടിയിൽ ഇടത്തേക്കായും മുകളിൽ വലത്തേക്കായും വെച്ചിട്ട് ഇതുപോലെ ആക്കുക. ഇനിയിപ്പോൾ അങ്ങനെ വീശാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ 2 രീതിയിലും കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേറെ വീശാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ സ്ലാബിലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വലുതായിട്ട് വീശി എടുക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് പൊറോട്ടയ്ക്ക് ഇങ്ങനെയൊക്കെ മതി, അത് വിചാരിച്ചിട്ടാണ് അത്ര വീശുന്നത്. പിന്നെ ഇതുപോലെ വലുതായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഈസി അല്ലേ, ഇതിപ്പോൾ ആർക്കും അറിയാത്തത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ചുറ്റിക്കൊണ്ടുവരിക, വലിച്ചൊന്നിട്ടൊന്നും ചെയ്യണ്ട. എന്നിട്ട് ഇതുപോലെ വെച്ചാൽ മതി. അതും നല്ല പൊറോട്ടയാവും കേട്ടോ. പിന്നെ ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്, നമ്മൾ എത്രത്തോളം വലുതായിട്ട് പരത്തുമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ അങ്ങനെ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, ഒന്ന് അങ്ങോട്ടും മടക്കുക കേട്ടോ. ഇതതിൽ സിമ്പിളാണ്. ഈ പൊറോട്ടയാണ് കേട്ടോ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആവുക. അത്രയും ടേസ്റ്റാണ് ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വലുതായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് അങ്ങോട്ടും ഒന്ന് മടക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾക്ക് ആ മടക്കി വെച്ചതുണ്ടല്ലോ അതിങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തല ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ മാവില്ലേ, അപ്പോൾ മുഴുവനായിട്ടൊന്നും ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്കിത് കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഒരാൾ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്, മകൾ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചുട്ട പൊറോട്ട അതാ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പരത്തി വെച്ചത് പാത്രത്തിൽ കാണില്ലത് നമ്മൾ വട്ടത്തിൽ ചുറ്റി വെച്ച പൊറോട്ടയാണ് കേട്ടോ. അങ്ങനെ പാത്രത്തിൽ ഒരു 2 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്താൽ പൊറോട്ട ചുട്ടെടുക്കാൻ എളുപ്പമാകും കേട്ടോ. അപ്പോൾ ഇതുണ്ട് നമ്മൾ വട്ടത്തിലുള്ള പൊറോട്ട നല്ല നൂല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചൂടാറാത്തൊരു പാത്രത്തിലിട്ടിട്ട് അവിടെ വെക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചതുരത്തിൽ പരത്തിയെടുക്കുക. ഒരു 2 എണ്ണം വെച്ചിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ 2 എണ്ണമൊക്കെ വെച്ചിട്ടാണ് കല്ലിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 1 ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്.
ഒരു തലയായിട്ടുണ്ട്. ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ബബിൾസ് ആയിട്ട് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് ഈ പൊറോട്ടയാണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന്. ഇത് ലെയറായിട്ട് വരും കേട്ടോ. വേവാത്ത പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മറ്റേ ചെറിയ പൊറോട്ട നമ്മൾ വട്ടത്തിലാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ 2 വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്കിത് ഓരോന്നായിട്ടും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 ആയപ്പോഴാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ ചുട്ടിടുമ്പോൾ എപ്പോഴും നമ്മൾ ചൂടാറാത്ത പാത്രത്തിൽ ഇട്ട് വെക്കണം. എന്നാലേ ഉള്ളൂ അത് പൊടിഞ്ഞ് പോകാതിരിക്കട്ടോ. പുറത്തന്നെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത് പൊടിഞ്ഞ് പോകും. അപ്പോൾ അതുണ്ടോ, ഇതിൻ്റെ ലെയർ കണ്ടില്ലേ, നമ്മൾ മടക്കിയിട്ട് ചുട്ട പൊറോട്ടയാണ് കേട്ടോ അത്. ഇത്രത്തോളം നൈസാന്ന് നോക്കിയാണ് നിങ്ങൾ. നല്ല നൈസല്ലേ. ഇതിലൊക്കെ കറി ഉണ്ട് പറഞ്ഞാട്ടല്ലേ അങ്ങോട്ട് കുതിർന്ന് വരും. നമുക്ക് വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതാ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറേശ്ശെ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1/2 കിലോ മൈദയുണ്ട്. ഇതൊരു 9 ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നോമ്പല്ലാത്ത സമയമാണെങ്കിൽ ഞാൻ അങ്ങനെ മുറിച്ചാൽ അത് ചായൻ്റെ ഒപ്പം കൂട്ടി കടിച്ചൊന്നും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ കരിഞ്ഞ് പോകാനൊക്കെ നല്ല ഇതാണ് കേട്ടോ. പെട്ടെന്ന് നോക്കിയെടുക്കണം. അപ്പം അങ്ങനെ മുഴുവൻ പൊറോട്ട നമ്മൾ ചുട്ടെടുത്തിട്ടോ. പിന്നെ നോമ്പറക്കാൻ നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം, ഈത്തപ്പഴം, ആപ്പിൾ എല്ലാം കൂട്ടിയിട്ട് അടിച്ചൊരു ജ്യൂസാണ് ഇട്ടത്. ഇതിലേക്ക് നമ്മളിനി പാലൊഴിച്ച്, കട്ടപ്പാലുണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കി എടുത്തത്. ക്ഷീണവും ദാഹവും ഒക്കെ വിശപ്പും ഒക്കെയാണ് മാറും കേട്ടോ. അത് കുടിച്ചാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ കുറച്ച് പാലായിരിക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ സമൂസയുണ്ട്, പിന്നെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ട്, ചായ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.